അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പണിമുടക്കാണ്. സ്വകാര്യ ബസിന്റെ പണിമുടക്ക് സൂചനാ പണിമുടക്കാണെന്ന് അത് തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥി കൺസെഷൻ ഉയർത്തണം, പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കി ഇത് പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബസ് ഉടമകൾ. മുഴുവൻ റൂട്ടിലും സർവീസ് നടത്തുമെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വന്തന സജു തിരുവനന്തപുരത്തു നിന്നും, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നും, രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വടക്കോട്ടുള്ള യാത്രക്കാരെയായിരിക്കും. കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് എന്താ അവസ്ഥ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത്. സ്വന്തന ഗുഡ് മോർണിംഗ്. രാഹുൽ ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ബസ്സുകളെല്ലാം നിശ്ചലമാണ്. പ്രത്യേകിച്ച് കോഴിക്കോടാണ് സ്വകാര്യ ബസ്സുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യാത്രക്കാരുള്ളത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ റൂട്ടുകളിൽ യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ടോ പണിമുടക്ക്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. യാത്രക്കാരെ ഈ ബസ് സമരം ബാധിക്കും, അത് അവരെ വല്ലാതെ വലയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ബസ്സുകളൊക്കെ ഏറെക്കുറെ നിശ്ചലമാണ്. ബസ് സ്റ്റാൻഡും ഏറെക്കുറെ വിജനമാണ്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എത്തിയ ആളുകൾ തന്നെ ചിലർ ഈ ബസ് സമരമുണ്ട് എന്നറിയാതെ വന്നവരുണ്ട്. ട്രെയിനൊക്കെ ഇറങ്ങി ഇവിടെ പെട്ടുപോയവരുണ്ട്. ഒപ്പം ഒരു പക്ഷേ ഈ ബസ് സമരം പിൻവലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇവിടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. എവിടുന്നാണ് വരുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. എവിടത്തേക്ക് പോവാ? വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ് ഇന്ന പോലെ പ്രൈവറ്റ് ബസ്സിന്റെ സമരം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല സംഭവം. ഇവിടെ വരുന്ന വഴിയാണ് ന്യൂസൊക്കെ അറിഞ്ഞത്, ഓൺലൈൻ വഴിയായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ആണ്. അതെ, എങ്ങനെ പോകുന്ന പ്ലാൻ? KSRTC വെയിറ്റിംഗ് ആണ്. കുറേ നേരമായിട്ട് നിൽക്കുക. വരുമ്പോഴേക്കും കയറണം, അതേ ഉള്ളൂ. കുറച്ച് ഡിലേ ആവും. അരുൺകുമാർ, ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇവർ KSRTCയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇന്ന് KSRTC കൂടുതൽ സർവീസുകൾ നടത്തും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു പരാതിയായി പറയുന്നത് KSRTCകൾ അധികം നിർത്താതെ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ ചിലർ പരാതിയായിട്ട് പറയുന്നുണ്ട്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നത്? ഞാൻ ബാലുശ്ശേരി ഭാഗത്തേക്കാണ്. ബാലുശ്ശേരിയിലേക്ക് പോവാണ്. കുറേ സമയം ഇവിടെ 1.5 മണിക്കൂറായി. KSRTC കാണുന്നില്ല. KSRTCയിലാണ് പോയാല്. KSRTC അധിക ബസ് ഇടുന്നൊക്കെ പറഞ്ഞു, കാണുന്നില്ല. ഒരു ബസ്സും കാണുന്നില്ല. ചേച്ചി, എവിടേക്ക് പോകാനാ? ബാലുശ്ശേരി ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഒരു 3/4 മണിക്കൂറായി ഇവിടെ. ബസ്സൊന്നും വന്നില്ല അല്ലേ? ബസ്സൊന്നും വന്നില്ല. ഈ പ്രൈവറ്റ് ബസ് പണിമുടക്കാണ് എന്ന് അറിഞ്ഞിരുന്നു. എന്നാലും KSRTC ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ KSRTC കാണുന്നില്ല. ചേട്ടൻ എങ്ങോട്ടാ? അങ്ങനെ തന്നെ വായിച്ചില്ല. KSRTC ബസ് ഉണ്ടാവും വിചാരിച്ചിട്ട്. അഭിജിത്തെ, KSRTC ബസ് പ്രൈവറ്റ് ബസ് വഴി പോകും. KSRTC ബസ് 2 മണിക്കൂറായി ഇവിടെ ഒന്ന് കാത്തുകയാണ്. അതെ അരുൺകുമാർ, ഇതുവഴി തന്നെ KSRTC ബസ്സുകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ KSRTC ബസ്സുകൾ ഇവരെ കാണാതെ പെട്ടെന്ന് തന്നെ പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് ഈ ചേട്ടന്മാരൊക്കെ പറയുന്നത്. ചേട്ടൻ അങ്ങനെ ഒരു ബസ്സിന് കൈ കാണിച്ച് നിർത്താതെ പോയല്ലേ? ബസ് അവിടുന്ന് വരുമ്പോഴേക്ക് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോയി. ഞാനവിടെ എത്തുമ്പോൾ മൂപ്പര് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ കുറേ സമയം അടുത്ത ബസ്സിന് വേണ്ടി കാത്തുക. വലിയ ദുരിതമാണ്. ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് വരികയാണ്. മനുഷ്യരാണ് വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. KSRTC കോഴിക്കോടുള്ള KSRTC അധികൃതരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുറച്ച് യാത്രക്കാർ കുടുങ്ങി കിടപ്പുണ്ട്. അവരെയും കൊണ്ട് വേണം പോവാൻ. എന്തായാലും യാത്രക്കാർ അവിടെ കാത്തു നിൽക്കുന്നു. KSRTC ബസ്സുകൾ അധിക സർവീസ് അവിടെ അനുവദിക്കേണ്ടതുണ്ട്. വയനാട്, ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ, പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്നവർ വല്ലാതെ വലഞ്ഞിരിക്കുന്നുണ്ട്. ഇടവിട്ട് കൃത്യമായിട്ട് KSRTC സർവീസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഭിജിത്ത്, എനിക്ക് തോന്നുന്നു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട്, പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണോ KSRTC ബസ്സുകൾ പോവുക? അങ്ങനെയാണോ രീതി, അതോ ഇന്നത്തെ ദിവസം അങ്ങനെ വരാനാണോ ക്രമീകരിച്ചിരിക്കുന്നത്? അതെ, ഇന്ന് അങ്ങനെയാണ് ഡോക്ടർ അരുൺകുമാർ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാം KSRTC ബസ്സുകൾ ഇതുവഴി കടന്ന് ആണ് പുറത്തേക്ക് പോകുന്നത്. ചില സമയത്ത് ഈ യാത്രക്കാർക്ക് കയറാൻ സാധിക്കാത്ത വിധത്തിൽ ബസ്സുകൾ പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതേതായാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. KSRTCയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അതിനൊരു നടപടി ഉണ്ടാകണമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് വരാൻ കുറച്ച് സമയമെടുക്കും. അതിനാൽ തന്നെ അവർ വളരെയധികം സമയം ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്, കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ കാത്തു നിൽക്കുന്നവരാണ്, ദൂരെ നിന്നെത്തുന്നവരാണ്. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഇന്ന് രാവിലെ വന്നത് മുതൽ ഈ ബാലുശ്ശേരിയിലേക്ക് പോകുന്നവരെയാണ് കൂടുതലായി കണ്ടിട്ടുള്ളത്. അവിടേക്ക് ബസ്സുകൾ കുറവാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത്. പക്ഷേ ഇതിന് പരിഹാരമായി KSRTCകൾ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ KSRTCയുടെ കൂടുതൽ സർവീസുകൾ കാണാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ എത്തിയപ്പോൾ പറയുന്നത്. നമ്മൾ രാവിലെ എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 10ഓളം പേർ ഈ KSRTC ബസ്സിനെ കാത്ത് ബാലുശ്ശേരിയിലേക്ക് പോകുന്നവർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പേരും തിരുവനന്തപുരത്തു നിന്നൊക്കെ എത്തിയവരാണ്. പലരും
പലരും ഈ ട്രെയിനൊക്കെ ഇറങ്ങിയതിന് ശേഷം ബസ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടേക്ക് വരുന്നു. ചിലർ ഈ ബസ് സമരം ഉള്ള കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല. മറ്റു ചിലർ ഒരു പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് ബസ് പണിമുടക്ക് പിൻവലിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ എത്തിയവരാണ്. ഏതായാലും സ്വകാര്യ ബസ്സിന് കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സായിരിക്കും അല്ലേ? KSRTC ബസ്സുകൾ അതെ ഇടയ്ക്ക് ബസ്സുകൾ വരുന്നുണ്ട് അരുൺകുമാർ. കണ്ണൂർ ബസ്സാണ് ഇപ്പോൾ പോയത്. ഇടയ്ക്ക് ബസ്സുകൾ വരുന്നുണ്ട്, അത് ഈ വഴി തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകൾ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അവരുടെ പ്രതികരണം തേടിയപ്പോൾ മനസ്സിലാക്കാനായി കഴിഞ്ഞത്. കാരണം വിദ്യാർത്ഥികൾക്കും ഇന്ന് ബുദ്ധിമുട്ടേണ്ടി വരും പലയിടങ്ങളിലും. പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് എങ്ങനെ ബാധിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. സാന്ത്വന സജു തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സാന്ത്വന, ഗുഡ് മോർണിംഗ്. സാന്ത്വന, പ്രൈവറ്റ് ബസ്സൊക്കെ തിരുവനന്തപുരത്തും പണിമുടക്കാണ്. അവിടെ പിന്നെ KSRTC ബസ് സർവീസ് ധാരാളം ഉള്ളതുകൊണ്ട് കോളേജിനെ ഒന്നും ബാധിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. യാത്രക്കാർ വലയുന്നുണ്ടോ സ്വകാര്യ ബസ് ഇല്ലാത്തത് കൊണ്ട്? എന്താണ് അവസ്ഥ? ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഇവിടെ നിന്ന് വലിയൊരു പ്രശ്നം പറയാനില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം അരുൺ, രാവിലെ തന്നെ എല്ലാ സ്വകാര്യ ബസ്സുകളും ഇവിടെ ഓടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്വകാര്യ ബസ്സിലെ ആളുകളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് സമരമായിട്ട് എന്താ ഓടുന്നത്? സമരം നമുക്കിവിടെ സമരം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ പണിമുടക്കി എല്ലാ വണ്ടികളും ഓടുന്നുണ്ട്, എല്ലാ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ യൂണിയനൊന്നും ഇല്ല, സ്റ്റാൻഡ് പോലും ഇല്ല ഞങ്ങൾക്ക്. വടക്കോട്ടൊക്കെ സ്റ്റാൻഡുണ്ട്, യൂണിയൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അരുൺ, അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു അഭിപ്രായം. ഇതാണ്, അവർക്ക് യൂണിയനും ഇല്ല, അവർക്ക് ഇവിടെ സ്റ്റാൻഡും ഇല്ല, അതുകൊണ്ട് ഞങ്ങളിട്ട് സമരം അറിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓടുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. അരുൺ, നിരവധി പ്രൈവറ്റ് ബസ്സുകളാണ് ഓടുന്നത്. ആളുകൾ തിരുവനന്തപുരത്ത് സമരം പൊളിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഇന്ന് പ്രൈവറ്റ് ബസ് സമരമാണെന്ന് അറിഞ്ഞാൽ ആളുകളൊക്കെ സമരമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അരുൺ വന്നത്. പക്ഷെ എല്ലാവർക്കും കൃത്യമായി ബസ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഒരു ഭാഗത്ത് തന്നെ, ഈ ഒരു നിരയിൽ തന്നെ ഏതാണ്ട് 5-6 പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുവാൻ വേണ്ടി ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. എല്ലാ ബസ്സുകളും തയ്യാറായി നിൽക്കുകയാണ്. ആളുകളൊക്കെ എല്ലാ ദിവസത്തെയും അവരവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നു. ചോദിക്കൂ സാന്ത്വന, എന്താണ് അവര് സമരത്തിൽ പങ്കുചേരാത്തതെന്ന് ചോദിക്കൂ. ചോദിക്കാം അരുൺ, ചോദിക്കാം. നമുക്ക് ബസ്സിൽ കയറി തന്നെ ചോദിച്ചേക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഇന്ന് സമരമാണ്. നമ്മൾ സമരം എടുക്കാൻ വന്നപ്പോൾ ഇവിടെ എല്ലാ ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായി ഓടുന്നത്. എന്താ സംഭവം? നമുക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, കഞ്ഞി കുടിക്കണ്ടേ. സമരമുള്ള കാര്യം അറിയിച്ചിരുന്നോ? യൂണിയനുകളൊക്കെ അറിയിച്ചിരുന്നു. ഇവിടെ അങ്ങനെ വലിയതായിട്ട് ബാധകമല്ലേ. അത് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതാണോ, അത് അറിയിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഓടുന്നതാണ്? അല്ല, നമ്മള് അങ്ങനെ കർശനമായിട്ടുള്ള ഇതില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കും ജീവിക്കണ്ടേ. അതുകൊണ്ട് കർശനമായിട്ടില്ലാത്തത് കൊണ്ട് ഓടുന്നു എന്നാണ് അരുൺ ഇവിടുത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന. ബസ് ഓടിക്കാൻ ഇന്ന് സമരമാണെന്ന് അറിഞ്ഞില്ല. ചേച്ചി, ഇന്ന് ബസ് സമരമാണെന്ന് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു, പക്ഷെ അത് വ്യക്തതയായില്ല. അപ്പൊ വന്നപ്പോ എന്തായാലും ബസ് കിട്ടി, ഹാപ്പിയായി. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. തിരുവനന്തപുരത്തെ സ്വകാര്യ ബസ് ഉടമകളും സ്വകാര്യ ബസ് തൊഴിലാളികളും സമരം പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരേ പൊളി, കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ, ഈ സമരമൊക്കെ പറഞ്ഞ് മുമ്പോട്ട് നടക്കൂ എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാർ ചോദിക്കുന്നത്. സാധനം എന്തായാലും തിരുവനന്തപുരത്തെ സമരം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല. സമരമില്ല തിരുവനന്തപുരത്ത്. നിരനിരയായി സ്വകാര്യ ബസ്സുകൾ വരുന്നു, യാത്രക്കാർ കയറി പോകുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 10 ദിവസം പോലെ തന്നെ അല്ലേ സാന്ത്വന? അതെ അതെ അരുൺ, 10 ദിവസം പോലെ തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാം, ഈ ബസ്സിലൊന്നും ആരുമില്ല. സാധാരണ ഇവിടെ വരുന്നത് പോലെ തന്നെ KSRTC ബസ്സുകൾ വരുന്നു, നമ്മുടെ സിറ്റി സർക്കുലർ ബസ്സുകൾ വരുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഓടിപ്പോകുന്നുണ്ട്. അതിൽ വലിയൊരു തിരക്കൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എല്ലാ ദിവസത്തെയും പോലെ കൃത്യമായി സർവീസുകൾ നടക്കുന്നുണ്ട്. പല പല ഇടങ്ങളിലേക്ക് ബസ്സുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ KSRTC ബസ്സുകളും കൃത്യമായി ഓടുന്നുണ്ട്. ശരി സാന്ത്വന, അപ്പോൾ തിരുവനന്തപുരത്ത് സൂചനാ പണിമുടക്കില്ല. അവിടെ പല സ്വകാര്യ ബസ്സുകളും നിരത്തിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. അവർ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ചു പോകണ്ടേ. അങ്ങനെ കർശനമായിട്ടൊന്നുമില്ല, ഇവിടെ അങ്ങനൊന്നും ഇല്ല എന്നാണ് തിരുവനന്തപുരത്തുകാർ പറഞ്ഞത്. ഒരേ പൊളി, എല്ലാവരും പറയുന്നത് ഒരേ വാചകമാണ് പറയുന്നത്. ഇവിടെ എങ്ങും സമരമില്ല, ഞങ്ങൾ സമരത്തിനില്ല എന്നാണ് പറയുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് നമുക്കിപ്പം ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിൽ എന്താ അവസ്ഥ നമുക്ക് നോക്കിയിട്ട് വരാം. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ഇടുക്കിയിൽ എന്താണ് അവസ്ഥ? തിരുവനന്തപുരത്തേക്ക് സമരമില്ല, വടക്കൻ കേരളത്തിൽ നല്ല സമരമുണ്ട്. ഇടുക്കിയിൽ എന്താ അവസ്ഥ?
വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വടക്കൻ മേഖല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയോര മേഖലകളായിരിക്കും സ്വകാര്യ ബസ് സമരം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡ് ഈ സമയത്തൊക്കെ സ്വകാര്യ ബസ്സുകൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് KSRTC ബസ്സുകൾ മാത്രമുള്ളൂ എന്നതാണ്. ഈ KSRTC ബസ്സുകളാണെങ്കിലും ദീർഘദൂര സർവീസുകളാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. ലോക്കലായിട്ടുള്ള സർവീസുകൾ വളരെ ചുരുക്കം മാത്രമാണ് KSRTC നടത്താറുള്ളൂ. അതുകൊണ്ട് ആളുകൾ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പ്രവൃത്തി ദിനം കൂടിയാണ്. അതുകൊണ്ട് ആളുകളെയൊക്കെ അത് കാര്യമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ താൽക്കാലികമായി KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാണ്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ചേട്ടാ, എവിടേക്ക് പോകാൻ വേണം? കോഴിക്കോട്. അപ്പോൾ എന്തായാലും KSRTC ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. ഓക്കെ, ഇവർ എവിടെ പോകാൻ വന്നേട്ടാ? നെടുങ്കണ്ടത്തേക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സാണ്. ബസ് സമരം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നോ? അറിഞ്ഞായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നായിരുന്നു. ഇവിടെ വന്ന ഇപ്പൊ എങ്ങനെയാ പോകുന്നേ? വണ്ടി ഏതെങ്കിലും വരും, 7:30 ഉണ്ടെന്ന് പറഞ്ഞു. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ചേട്ടാ എവിടെ പോകാൻ നിൽക്കുന്ന? ഇടുക്കി പാനിക്ക് പണി 8 മൈൽ അടിമാലിക്കുള്ള ബസ് നോക്കി നിൽക്കുന്നതാണ്. സ്വകാര്യ ബസ് സമരം അറിഞ്ഞിരുന്നോ? അറിഞ്ഞാലും പാസ്റ്റ് കൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടി നിൽക്കുവാണല്ലേ. ചേട്ടാ എവിടെ പോകാൻ നിൽക്കുക? ഉടുമ്പൻചോല പോകാൻ വേണ്ടി 6 മണിക്ക് വന്നതാ. ഇത്രയും നേരമായിട്ട് സമയം 1.5 മണിക്കൂർ കഴിഞ്ഞു. ബസ്സില്ല. ഇനിയിപ്പോ ഒരു നെടുങ്കണ്ടം ഉണ്ടെന്ന് പറയുന്നു. ചേച്ചിമാരോടൊക്കെ, ചേച്ചി ബസ് സമരം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. എവിടെ പോവാ? തൊടുപുഴയ്ക്ക്. എന്താ പറഞ്ഞേ? KSRTC ബസ് ഉണ്ടെന്നാണോ പറഞ്ഞേ? ഉണ്ടെന്നാണ് പറയണേ. അത് കാരണം പോകുന്നത് സ്വകാര്യ ബസ് പണിമുടക്കെന്നാ പറഞ്ഞത്. ട്രാൻസ്പോർട്ട് കാണുമെന്ന് ഓർത്തുകൊണ്ട്. ഇതാണ് ഒരു പൊതുവെയുള്ള അവസ്ഥ ഡോക്ടർ അരുൺ. ബസ് സമരം ആളുകളെ ബാധിച്ചിട്ടുണ്ട്. KSRTC ബസ്സുകൾ അധികമായി സർവീസ് നടത്തുമെന്ന് പറയുന്നു. അത് വരുമെന്ന പ്രതീക്ഷയെ കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ അധികമായി ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇനിയുള്ള വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കട്ടപ്പന ഉൾപ്പെടെയുള്ള ഇടുക്കിയിലെ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ ബസ്സുകൾ, അത് സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ആ സ്വകാര്യ ബസ്സുകൾ സമരമായി മുന്നോട്ടെത്തുമ്പോൾ അത് ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കൂടുതൽ KSRTC ബസ്സുകൾ അനുവദിക്കണം, അല്ലെങ്കിൽ സർവീസ് നടത്തണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ യാത്രക്കാരുടെയും ഒരേ അഭിപ്രായം. ഓക്കെ, താങ്ക് യു രാഹുൽ. അങ്ങനെ ഇടുക്കിയിലും സമരം നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് സമരം ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. സ്വകാര്യ ബസ്സൊക്കെ അവിടെ ക്യൂ ആയിട്ട് നിന്നാണ് ആൾക്കാരെ കയറ്റി പോകുന്നത്. പക്ഷേ വടക്കോട്ടെ സമരം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തെ അത് ബാധിച്ചു എന്നുള്ള വിവരമാണ് കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം.